തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമായി നിയമന ഉത്തരവ്. കൊല്ലം ജില്ലാ പട്ടികജാതി വികസന ഓഫീസുകളിലാണ് താൽക്കാലിക ജീവനക്കാരെ നിയമിക്കാനുള്ള ഉത്തരവിറങ്ങിയത്. അടിയന്തരമായി കാലാവധി കഴിഞ്ഞ കാഷ്വൽ സ്വീപ്പർമാരെ നീക്കം ചെയ്ത് പുതിയ നിയമനങ്ങൾ നടത്താനാണ് ഉത്തരവ്. കഴിഞ്ഞ ദിവസമാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ജില്ലാ പട്ടികജാതി വികസന ഓഫീസറുടെ ഉത്തരവിൽ കളക്ടർ വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൊല്ലത്തു നിന്നും എം മനോജ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മനോജ്, പറയൂ, എന്താണ് വിശദാംശങ്ങൾ? പട്ടികജാതി വികസന വകുപ്പിൻ്റെ ഭാഗമായി, അതായത് ഈ പട്ടികജാതി വികസന ഓഫീസുകളിൽ ഈ അടിയന്തരമായി നിയമനങ്ങൾ നടത്തുകയും അതോടൊപ്പം തന്നെ ക്രമവിരുദ്ധമായി വർക്ക് ചെയ്യുന്നവരെ അവിടെ നിന്ന് നീക്കം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസം, അതായത് 24-ാം തീയതിയാണ് ഉത്തരവിൽ തന്നെ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. എന്തായാലും ഈ പട്ടികജാതി വികസന ഓഫീസുകളിലെ കാഷ്വൽ സ്ലീപ്പർമാർക്ക് അവരുടെ കാലാവധി എന്ന് പറയുന്നത് 179 ദിവസമാണ്. ആ 179 ദിവസത്തിൽ കൂടുതലായി ആരെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അതിന് ക്രമവിരുദ്ധമായി ആരെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ എന്നതിനൊക്കെ അടിയന്തരമായി ഒരു തീരുമാനമെടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഈ കഴിഞ്ഞ ദിവസം ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. എന്നാൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ അതുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് ചട്ടവുമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ചട്ടം നിലനിൽക്കുമ്പോൾ അതിന് വിരുദ്ധമായി തന്നെ ഇത്തരത്തിലൊരു നിയമന ഉത്തരവ് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അത് സർക്കാർ വകുപ്പുകളിൽ നിന്ന് തന്നെ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ മറ്റൊരു ആരോപണം ഉന്നയിക്കുന്നത് ഈ കുടുംബശ്രീ മുഖേനയാണ് ഈ പുതിയ നിയമനങ്ങൾ വരുന്നത്. അതിൽ തന്നെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് പലരെയും ഈ താൽക്കാലികമായി നിയമിക്കുവാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. ഇത് കൃത്യമായും LDF സംബന്ധിച്ചിടത്തോളം ഭരണകക്ഷിയാണ്. LDF ഗുണം ചെയ്യുന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള നിയമനങ്ങൾ ഉണ്ടാകുക എന്നുള്ളതാണ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ വിവിധ പട്ടികജാതി വികസന ഓഫീസുകളിൽ പ്രവർത്തിക്കുന്നവർ ക്രമവിരുദ്ധമായി പ്രവർത്തിക്കുന്നവരെ ഉണ്ട്, അവരെയൊക്കെ മാറ്റി പുതിയ ആളുകളെ നിയമിക്കണം, അത് കുടുംബശ്രീ വഴി നിയമിക്കണം എന്നുള്ള രീതിയിലാണ് ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യം, ഈ വകുപ്പുമായി ബന്ധപ്പെടുമ്പോൾ അറിയാൻ സാധിക്കുന്നത് കോടതി ഉത്തരവുണ്ട്. അതായത് ക്രമവിരുദ്ധമായി പ്രവർത്തിക്കുന്നവരെ പിരിച്ചുവിടാൻ കോടതി ഉത്തരവുണ്ട്. ആ കോടതി ഉത്തരവ് നിലനിൽക്കുമ്പോൾ അടിയന്തരമായി നടപടി സ്വീകരിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഈ അടിയന്തരമായി നടപടി സ്വീകരിക്കുക എന്ന് പറയുന്നത് ഇവരെ പിരിച്ചുവിടുക എന്നുള്ളതാണ്. എന്നാൽ പുതിയ നിയമനങ്ങൾ നടത്തുന്നതും ഈ തിരഞ്ഞെടുപ്പ് ചട്ടലംഘനം കൂടെയാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിൽ തന്നെ ഇത്തരത്തിലൊരു ഉത്തരവ് ഇറക്കണമെങ്കിൽ അത് തിരഞ്ഞെടുപ്പ് കമ്മീഷണറെയോ അതോടൊപ്പം തന്നെ ജില്ലയിൽ ചുമതലയുള്ള ഇപ്പോൾ ജില്ലാ കളക്ടറെ അടക്കം അറിയിച്ചിട്ട് വേണം ഇങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാൻ. എന്നാൽ ഈ പട്ടികജാതി വികസന ഓഫീസർ അത്തരത്തിലൊരു അനുമതിയും തേടിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ജില്ലാ കളക്ടർ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്, അതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്നത് ആരാഞ്ഞുകൊണ്ട് ഒരു വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലാകും ഇതിലേക്കുള്ള തുടർ നടപടി. എന്തായാലും ഈ പട്ടികജാതി വികസന വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ഈ ഓഫീസുകളിലൊക്കെ നിയമനം നടത്തുന്നത് അത് അവിടെയുള്ള രാഷ്ട്രീയക്കാരെ സഹായിക്കാൻ കൂടിയാണ് എന്നുള്ളതാണ് പ്രാഥമികമായി ഈ ഉയരുന്ന ആരോപണം. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിലാണ് ഈ നിയമന ഉത്തരവ് അടക്കം നമുക്ക് ലഭിച്ചിട്ടുണ്ട്, അതിൻ്റെ പകർപ്പടക്കം. അങ്ങനെ ഉത്തരവ് ഇറക്കിക്കൊണ്ട് കൂടുതൽ സ്ഥലങ്ങളിൽ, അതായത് നിലവിൽ വർക്ക് ചെയ്യുന്നവരെ മാറ്റിക്കൊണ്ട് പുതുതായി നിയമനം നടത്തുവാനാണ് ഈ ഒരു ശ്രമം നടക്കുന്നത്. അതിൽ തന്നെ എല്ലാ ബ്ലോക്ക് കോർപ്പറേഷൻ പട്ടികജാതി വികസന ഓഫീസർമാർക്കുമാണ് ഈ ഉത്തരവ് അയച്ചിട്ടുള്ളത്. ജില്ലാ പട്ടികജാതി വികസന ഓഫീസറുടെ കാര്യാലയത്തിൽ നിന്നും ഈ ഒരു ഉത്തരവ് എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിൽ പറയുന്നത് പ്രകാരം ഇവരെ സർവീസിൽ തുടരുന്നവരെ നീക്കം ചെയ്ത് കുടുംബശ്രീ മുഖേന ഇവരെ നിയമിക്കുന്നതിലൂടെ അവിടെ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ അത് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ട് തന്നെ പ്രാദേശികമായി ചിലർക്ക് ഗുണം ചെയ്യുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു നീക്കം ഈ പട്ടികജാതി വികസന വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ അതിൽ വലിയ തരത്തിലുള്ള എതിർപ്പുകൾ ഉയർന്നു വരും. അതോടൊപ്പം തന്നെ ഈ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു ഉത്തരവിറക്കിയതിൽ കൃത്യമായും അത് മറ്റ് നടപടികളിലേക്ക് കടക്കേണ്ടതാണ്. എന്തായാലും ഈ കൃത്യമായ അനുമതിയോടുകൂടിയല്ല ഇങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ശരി, മനോജാണ് വിവരങ്ങൾ നൽകിയത്.